ഹായ്. EFC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് അനാലിസിസും അതേപോലെ തന്നെ റിസൾട്ടുമാണ് Q2 റിസൾട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. EFC എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ PEB സെക്ടറിനെ പറ്റി സംസാരിച്ചിരുന്നു. ആ സെക്ടറിലുള്ള ഒരുപാട് കമ്പനികളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ ഹൈ ഗ്രോത്തിലുള്ള ഒരു സെക്ടറാണ് ഈ EFC വർക്ക് ചെയ്യുന്ന സെക്ടർ. EFC വർക്ക് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് കോവർക്കിംഗ് സ്പേസിലാണ്. കോവർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതായത് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓഫീസ് സ്പേസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിനും അങ്ങനെയുള്ള MSMEs അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ അങ്ങനെ എല്ലാവർക്കും ഇവർ ഓഫീസ് സ്പേസുകൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഇവർ ലീസിന് എടുത്തിട്ട് ഇവർ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് ബിസിനസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ആ രീതിയിലുള്ള കോവർക്കിംഗ് സ്പേസിലുള്ള ഒരു കമ്പനിയാണ് EFC എന്ന് പറയുന്നത്. സോ അവരുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും എല്ലാ ക്വാർട്ടറിലും നല്ല രീതിയിൽ നല്ല ഫിഗേഴ്സ് ആണ് വരുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത കമ്പനിയാണ്. അതേപോലെ ഈ Q1 ഏകദേശം 115% ഗ്രോ ചെയ്തിരുന്ന കമ്പനിയാണ്. ഈ Q2 റിസൾട്ടിൽ അവർക്ക് ഏകദേശം 53% റവന്യൂ ഗ്രോത്ത് ഉണ്ട്. സോ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള അതേപോലെ തന്നെ